ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുമസ് ഒരു സന്തോഷത്തിന്റെ സമയമാണ്. പലപ്പോഴും ക്രിസ്തു ജനനം പുൽക്കൂട്ടിൽ മാത്രമായി പോകുന്നതാണ് ക്രിസ്തുമസിന്റെ കുറവായി നമ്മൾ കാണേണ്ടത്. ക്രിസ്തു ഹൃദയത്തിൽ ജനിക്കുവാൻ തക്കവണ്ണം, അവനെ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് ആവസിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ക്രിസ്തുമസ് പൂർണ്ണതയിലേക്ക് എത്താത്തത്. കാൽക്കൂട്ടിൽ കിടന്ന ആ മൃഗങ്ങൾക്കുണ്ടായ ബോധ്യമെങ്കിലും നമ്മൾ മനുഷ്യർക്കുണ്ടായിരുന്നുവെങ്കിൽ ക്രിസ്തുമസ് അർത്ഥവത്തായി തീർന്നേ. ദൈവകൃപയുടെ നിഴലിൽ, ദൈവകൃപയുടെ തണലിലായിരിക്കുമ്പോൾ പോലും ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നില്ലല്ലോ എന്നൊരു ചോദ്യം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കേണ്ടത് ആവശ്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 2 സ്ത്രീ രത്നങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. അതിലൊന്ന് കന്യക മറിയാമും 2 എലിസബത്തുമാണ്. എലിസബത്തിന്റെ ഒരു വാചകം വളരെ പ്രശസ്തമാണല്ലോ. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി എന്നാണ് കന്യക മറിയാമിന്റെ സാന്നിധ്യം കണ്ടപ്പോൾ എലിസബത്ത് പറഞ്ഞത്. അപരന്റെ ഉള്ളിൽ ദൈവ സാന്നിധ്യ ബോധ്യവും അപരന്റെ ഉള്ളിൽ ദൈവകൃപയുടെ ബോധ്യവും പകർന്നു കൊടുക്കുവാൻ നമ്മുടെ സാന്നിധ്യങ്ങൾക്ക് ആകണം. നമ്മൾ പലപ്പോഴും ദൈവത്തെ കാട്ടിക്കൊടുക്കുന്നവരാണെങ്കിലും ദൈവത്തെ കാട്ടിക്കൊടുക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ ആ ദൈവത്തെ ആവസിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. കന്യക മറിയാം തന്റെ സകല പ്രയാസങ്ങളും മാറ്റിവെച്ചിട്ടാണ് എലിസബത്തിന്റെ അടുക്കിലേക്ക് യാത്ര തിരിക്കുന്നത്. ആ യാത്രയിലുടനീളം അവൾ പലതരം പ്രയാസങ്ങൾ അനുഭവിച്ചിരിക്കാം. പക്ഷേ അവൾ എത്തിച്ചേർന്ന സ്ഥലം അവളുടെ സാന്നിധ്യം കൊണ്ട്, അവളുടെ സാന്നിധ്യത്തിന്റെ ആ പൂർണ്ണത കൊണ്ട്, കന്യക മറിയാമെന്ന് പറയുന്ന ആ പെൺകുടിയുടെ ആ സാന്നിധ്യം കൊണ്ട് എലിസബത്ത് അനുഗ്രഹീതയായി തീരുകയാണ്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്തുമസ് കാലത്തെങ്കിലും ഞാനും നിങ്ങളും നമ്മുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് നന്മകളെ പകരുവാൻ, നല്ലതിനെ പകരുവാൻ, അവർക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുവാൻ തക്കവണ്ണം നമ്മുടെ സാന്നിധ്യങ്ങൾ മുഖാന്തരമാകണം. അതിന് ഈ ക്രിസ്തുമസ് നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തു ജനിക്കുന്ന ഇടങ്ങളായി നമ്മുടെ ഹൃദയങ്ങൾ രൂപാന്തരപ്പെടട്ടെ. ആയതിന് ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ. ഏവർക്കും ക്രിസ്തുമസിന്റെ നല്ല ആശംസകൾ നേരുന്നു.